Hello guys, welcome to our channel Mallu couple from UK. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പോകുന്നത് ലെക്ചർ സിറ്റിയിലാണ്. നമ്മുടെ സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. നമുക്കപ്പോൾ പോകുന്ന വഴിക്കുള്ള ബസ്സിലെ യാത്രയും നമ്മളിന്ന് പോകുന്നത് ബസ്സിലാണ്, ഡബിൾ ഡെക്കർ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇരുന്നിട്ടുള്ള ഒരു യാത്രയുടെ നമ്മുടെ ഒരു വ്യൂ ആണ് നമുക്കിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ബസ് പോകണുണ്ടോ? നമ്മൾ ഡബിൾ ഡെക്കറിലാണ് കയറിയത്, അതുകൊണ്ടാണ് നമ്മൾക്ക് മേളിലത്തെ വ്യൂ കാണാൻ പറ്റുക. ഇത് വീട് നോക്കിയത് ഓൾമോസ്റ്റ് സ്റ്റാൻഡ് എത്തി. ബസ് സ്റ്റാൻഡാണ് ഇതേ കാണുന്നത്. നമുക്ക് അപ്പർ സൈഡിൽ ഇരുന്ന് ബസ് സ്റ്റാൻഡ് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഹേമാർക്ക് ഷോപ്പിംഗ് സെൻറ്റർ. ഈ ഷോപ്പിംഗ് സെൻറ്ററിൽ 60 ഔട്ട്ലെറ്റ്സ് ആണുള്ളത്, മെയിനായിട്ട് ഫാഷൻ സ്റ്റോറും റെസ്റ്റോറൻറ്റ്സും. ഈ ബസ്സും കൂടെ പോകണമെന്ന് എനിക്കൊരു മൃഗം കിട്ടുള്ള, സാധാരണ അതികൂടെയായിരുന്നു കയറി പോകേണ്ടത്. അതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. സിനിമയൊക്കെ പോയി അങ്ങനെയാണ്ടൊക്കെ പോകുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ, നല്ല ബസ് സ്റ്റാൻഡ്. അത് ഇതേ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സാണ്. നമുക്ക് ബസ് സ്റ്റാൻഡിൽ ആർക്കും ഇറങ്ങണ്ടേ, പക്ഷേ ഞങ്ങൾ കയറി ബസ് മാറിപ്പോയോ എന്ന് സംശയം. ബസ്സിൽ നിന്ന് ഇറങ്ങി ഉണ്ടോ, ഇതാണ് ബസ്. ബസ് സ്റ്റാൻഡൊക്കെയാണ് സെറ്റപ്പ്. നമ്മളിപ്പോൾ കാണുന്നതാണ് സെൻറ്റ് മാർഗനറ്റ് ബസ് സ്റ്റാൻഡ്. നമുക്ക് വണ്ടി ബസ് ഇറങ്ങിയത് സ്റ്റേഷൻ മാറിപ്പോയെങ്കിൽ നേരെ കാണുന്നതാണ് ശരിക്കും ഇറങ്ങേണ്ടിയിരുന്ന സ്റ്റേഷൻ. അവിടെ ബസ് നിർത്തിയില്ല, നേരെ ഇത്രയാണ് നിർത്തിയത്. അതായത് നമ്മൾ അങ്ങോട്ട് കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് നടന്നു. ഇതാണ് സെൻറ്റ് മാർഗനറ്റ് ബസ് സ്റ്റേഷൻ. മെയിനായിട്ട് നടക്കാൻ പോകുന്നത് ഇപ്പോൾ ലെക്ചർ സിറ്റി സെൻറ്ററിലേക്കാണ്. ആ നേരെ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ഐക്കോണിക് ക്ലോക്ക് ടവർ. അതൊരു മീറ്റിംഗ് പോയിന്റ് കൂടെയാണ്. നമ്മളിപ്പോൾ അവിടെ നിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലാവരും വരെ ക്ലോക്ക് ടവറിൻ്റെ താഴെ ഉണ്ടെന്ന് പറയും. അതുകൂടാതെ തന്നെ 5 സ്ട്രീറ്റ് നമ്മളീ കാണുന്ന സിറ്റി സെൻറ്ററിന് ഒരു 2000 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഈ കാണുന്ന 5 സ്ട്രീറ്റും ജോയിൻ ചെയ്യുന്ന ഓരോ വഴികളിലും ഒട്ടനവധി ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, ബ്രാൻഡ് ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാതെ തന്നെ ഈ റെഡ് ബോർഡിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അതിവിടുത്തെ മെയിനായിട്ടുള്ള ഹാർട്ട് ഫൗണ്ടേഷനാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ലെസ്റ്റർ സിറ്റി മാർക്കറ്റ്. ഇവിടെ ഒരു 700 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആധികാരികമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഇപ്പോൾ ഇവിടെ പ്രവർത്തനമില്ല. ഇത് കുറച്ചങ്ങ് നീങ്ങിയിട്ട് അവിടെയാണ് റീസ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് ഈ വർഷം റിന്യൂവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി 2024 ഡിസംബർ ക്രിസ്മസിന് മുമ്പ് റീഓപ്പൺ ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ മെയിനായിട്ട് കാർഡ് പേയ്മെൻ്റ് ഒന്നും ഇല്ല, കോയിൻ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇവിടുത്തെ ചെറുകിട കാർഷികക്കാരുടെ മെയിൻ വിപണന കേന്ദ്രമാണിത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുമെങ്കിലും ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഫിഷ് നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ചെറുതരം കോട്ടുകൾ, ബാഗ്, അങ്ങനെ. ഇവിടെ നിന്ന് ഞങ്ങളൊരു സ്റ്റോളർ പോലെ സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും പിടിച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര മടിയാണ് കുട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങളൊരു സ്റ്റോളർ വാങ്ങിച്ചായിരുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. എപ്പോഴും കാണാൻ കയറുമെങ്കിലും ഒന്നും വാങ്ങിക്കാറില്ല, അതാണ് യഥാർത്ഥം. ഈ കണ്ട സാധനങ്ങളൊന്നും പേര് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും കുട്ടേന്ന് എന്തൊക്കെയോ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പോർക്കിൻ്റെ റിപ്സ് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. എല്ലാം നല്ല റെഡിഷ് കളർ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ചിക്കൻ്റെ പോർഷൻസ്. ചിക്കൻ്റെ പോർഷൻസ് അല്ലേ കിട്ടും. അതും പന്നിയാണെന്ന് തോന്നുന്നത്.
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ പോർഷൻ, ഇതാണ് ഫിഷിൻ്റെ പോർഷൻസ്. ഇവിടെ മെയിനായിട്ട് ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് നമ്മുടെ മെയിൻ ഫിഷ് സാൽമൺ. നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം. ഇവിടെ വന്നിട്ടാണ് കഴിച്ചത്. പൊളിയാണ്. ഞങ്ങള് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് സാൽമൺ കഴിക്കുന്നത്. പക്ഷേ സെറ്റ് സാധനം, വേറെ ഒന്നും പറയാനില്ല, ഒരു കാര്യം പറയാനില്ല അതിനകത്ത്. നമ്മുടെ ഞണ്ട് കണ്ടപ്പോ ഒരു വികാരമാണെങ്കിൽ ഉണ്ടാക്കാൻ അറിയില്ലാത്തോണ്ട് വാങ്ങിച്ചില്ല. ഓപ്പൺ അല്ലാന്ന് ചിലതൊക്കെ ക്ലോസ് ചെയ്തോണ്ടിരിക്കാൻ പിടിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇവിടുത്തെ ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കിവിടെ നന്നത്തായ ഫ്ലവേഴ്സൊക്കെ ആണ്. സംഭവം ഇപ്പം സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇതാണെന്നൊരു ബാറാണ്. അപ്പം നമ്മുടെ വീഡിയോ കുറച്ചധികം ലെങ്ത് കൂടുതലുണ്ട്. പാർട്ട് ഇടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.